അഡോണിയിൽ വെച്ച് അന്വേഷണ സംഘം പിടികൂടിയ സലീമിനെ ഇന്നലെ രാത്രി കാഞ്ഞങ്ങാട് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷണമായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പ്രതിരോധിച്ചതോടെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുമാണ് സലീം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ ജനരോഷം അണപൊട്ടി. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത സലീം ആന്ധ്രയിൽ നിന്ന് മറ്റൊരു ഫോണിൽ ബന്ധുക്കളെ ബന്ധപ്പെട്ടതാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. ആന്ധ്രയിൽ നിന്ന് കർണാടകയിലുള്ള പെൺസുഹൃത്തിന്റെ അടുത്ത് പോകാനായിരുന്നു ശ്രമം. ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് നമ്മൾ സംശയിക്കുന്ന ആളുകൾക്ക് 2-3 കോൾസ് കിട്ടി. അത് പക്ഷേ പ്രതിയുടെ ആണെന്നുള്ള അറിയത്തില്ലായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് ആ സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോലീസ് പാർട്ടിയെ വിട്ടു. അങ്ങനെ 2-3 ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. കർണാടക കുടക് സ്വദേശിയായ സലീം 14 വർഷം മുമ്പാണ് കാഞ്ഞങ്ങാട് എത്തുന്നത്. അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിനടുത്താണ് സലീമിന്റെ ഭാര്യ വീട്. ചോദ്യം ചെയ്യലിൽ മുൻപ് പ്രദേശത്ത് നടത്തിയ മോഷണങ്ങളെപ്പറ്റിയും സലീം പോലീസിനോട് വെളിപ്പെടുത്തി. ഇതോടെ സലീമിനെതിരെ 2 കേസുകൾ കൂടി ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.